അപ്പം നമ്മൾ ഡിണ്ടിഗൽ തേനി യാത്ര കഴിഞ്ഞ് തുടർന്ന് ബോഡിമെട്ട് ചുരം ആ വീഡിയോ കണ്ടിരുന്നു, ഇതിന് മുമ്പിലത്തെ വീഡിയോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നപ്പോൾ കണ്ടതാണ് ഇത് കല്ലാർകുട്ടി ഡാം. വഴി കാണുന്നതാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ. ഇത് പെരിയാർ നദിയുടെ ഒരു ഭാഗമാണ് ഈ വെള്ളം. കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വരുന്ന ഈ വെള്ളം പെരിയാറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോവർ പെരിയാറിലേക്കാണ്. ലോവർ പെരിയാറിനുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. കല്ലാർകുട്ടി ഡാം കഴിഞ്ഞിട്ട് തുടർന്ന് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ ഇപ്പുറം സൈഡ് ഇതുണ്ട്, അവിടെ ഒരു ഷട്ടർ പോലെ അത് തുറന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം എന്താ പറയുക, ഡാം അടച്ചിരിക്കുന്നത് കൊണ്ട് പുഴയിൽ തീരെ വെള്ളം കുറവാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ വെള്ളം അവിടെ ഒരു ഷട്ടർ പോലെ അവിടെ നിന്ന് ഒഴുകുന്നത് കാണാൻ സാധിക്കും. ഇതുണ്ട്, ഒരു ഇതിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ഇങ്ങ സൈഡിൽ നോക്കിക്കുക, ഒരു വെളുത്ത് ആ പത പോലെ ആ വെള്ളം വരുന്നത്. നോക്കടാ നിങ്ങൾ മനസ്സിലുണ്ട് ആ ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടി ആ സൈഡിലെ ഇതിൽ ചെറിയ ഷട്ടറിൽ കൂടി വെള്ളം വരുന്നുണ്ട്. കലങ്ങിയ വെള്ളം അല്ലേ? ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. വെള്ളം ഒഴുകി വന്നിങ്ങനെ പല ഭാഗങ്ങളായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ റോഡിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതൊക്കെ ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് കല്ലാർകുട്ടി ഡാം. ആ കാണുന്നത് ആ കാണുന്ന പാലത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിങ്ങനെ താഴോട്ട് പോന്നു. എന്താ പെരിയാറിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വെള്ളമില്ല. വെള്ളം ഇപ്പോൾ ഡാം അടച്ചിരിക്കുന്നത് കൊണ്ട് വളരെ താന്നാണ് വെള്ളം കിടക്കുന്നത്. പക്ഷെ കലങ്ങി കിടക്കുന്നത് എല്ലാം വെള്ളമില്ലാതെ മൊത്തം കലങ്ങി കിടക്കുകയാണ്. കല്ലാർകുട്ടി ഡാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് ഈ കാണുന്നത്. നിറയെ പേര് പോലെ തന്നെ നിറയെ കല്ലുകളാണ്, നിറച്ച് കല്ലാണ് അവിടെ ഇവിടെ ആയിട്ട് കൂടി കിടക്കുന്നുണ്ട്. വെള്ളം കുറവാണ്, വളരെ കുറവാണ്, ഒഴുക്ക് കുറവാണ്. ഇങ്ങനെ കലങ്ങി കെട്ടി കിടക്കുന്നുണ്ട് നിറയെ വെള്ളം. അവിടെ ചില സ്ഥലങ്ങളിൽ മാത്രം ഇത് ഒഴുകുന്നുണ്ട്. വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം ഒഴുകി വരുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക. ചില ചൂണ്ടയിടുന്നുണ്ട്. അത് ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് വരുമ്പോൾ മീൻ കിട്ടണ്ടോയെന്ന് അറിയാൻ പാടില്ല. എന്നാലും അവിടെ ഒരാളിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്, എന്നിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ റോഡിൽ നിന്നിട്ട് എടുക്കുന്ന, നമുക്ക് ഇറങ്ങാനൊന്നും വല്ല അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്നുണ്ട്, പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈനിങ് ബോർഡൊക്കെ കാണുന്നുണ്ട്. എൻ്റെ അവിടെ നിന്ന് ബാഗിലെന്തോ പണം തോന്നിച്ചിട്ടുണ്ട്. ബാഗിൽ വെള്ളം എടുത്ത് കുടിക്കുകയോ ബാഗ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടുത്ത് തോളത്തൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഉണ്ട്.
എന്ത് അടിപൊളി മോഡേൺ ഡ്രസ്സിലൊക്കെ നിൽക്കുന്നുണ്ട്. ഡാം നോക്കി നിൽക്കാൻ പാകത്തിന് അവിടെ ഒന്നുമില്ല. കുറേ കല്ലും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇച്ചിരി വെള്ളവും അത്രേ ഉള്ളൂ. വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാരോട് നിന്ന് കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് അങ്ങനെ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഫോറിൻകാർ വന്ന് നിൽക്കണ പോലെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ കാണിക്കണേ? സയൻസിനെ കള്ളുപൊള്ളിയോ? മറ്റേ സിനിമ പറയുന്നില്ല, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇടുക്കിയിലെ കാറ്റ്. ഇവിടുത്തെ അവിടെ ചൂണ്ടയിടുന്നുണ്ടല്ലോ. ആ ഇവിടെ ഉണ്ടോ? ഇവിടുന്ന് ചൂണ്ടയിടുന്നുണ്ട്. മീൻ പിടിക്കാൻ വെള്ളത്തിൽ എല്ലായിടത്തും സൗകര്യമുണ്ട്. പക്ഷെ മീൻ കിട്ടുമോ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഞാനൊന്നും കണ്ടില്ല. ഞങ്ങളവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ലോവർ പെരിയാറോട്ട് പോകും. നമ്മളിപ്പോൾ ലോവർ പെരിയാർ ഷൂട്ട് ചെയ്യാൻ പോവാ. ഈ കാണുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഉണ്ട്. അവിടെ നിന്ന് മുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. KCBയുടെ ഉണ്ട്. അതവിടെ നിന്ന് ആ കുഴൽ കാണുന്നുണ്ടോ, അതിൽ കൂടിയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് ബാക്കി പുറത്തോട്ട് വരുന്ന വെള്ളമാണ് ഇതിലെ ഈ ഷട്ടർ വഴി പുറത്തോട്ട് ഒഴുകിപ്പോയിട്ട് അതിൽ നദിയിലൂടെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ നേര്യമംഗലം പോകുന്നവർക്ക് ഇത് കാണാൻ പറ്റും. അറ്റത്തുനിന്ന് മുതലേ നേര്യമംഗലം അവിടം വരെ ഇതിൻ്റെ വെള്ളം പോകുന്നത് നമുക്ക് പോണ വഴി മുഴുവനും വെള്ളം പോയിക്കൊണ്ടിരിക്കണത് നമുക്ക് കാണാൻ പറ്റും.
എന്താ KCB വെള്ളത്തൂവലാണ് ഈ സ്ഥലം. വെള്ളത്തൂവൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കാഴ്ച കാണാൻ പറ്റുള്ളൂ. പുഴ അത് വെള്ളമുള്ളത് ശരിക്കും കാണാനായിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത് പിടിക്കുന്നത്. വേണ്ട വലിയ മാലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത്. നേരെയുള്ള വഴിയിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ ബോഡിയിൽ തന്നെയാണ് കേട്ടോ അത് പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത് വണ്ടി ഓടുന്നതിൻ്റെ ഇതാണ്. നമ്മൾ വന്ന് കല്ലാർകുട്ടിയിൽ നിന്ന് വന്ന് നേര്യമംഗലം ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ്. നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. ഡാമിൻ്റെ ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കട്ടപ്പന. നമ്മളിപ്പോൾ വന്നത് മൂന്നാർ റൂട്ടിലാണ്. ഇത് നമ്മൾ വന്ന വഴി അതായത് കല്ലാർകുട്ടിയിൽ നിന്ന് നേരെ വന്ന് അതായത് മൂന്നാർ റൂട്ടാണ്. നേരെ അങ്ങോട്ട് ആ വഴി മൂന്നാർക്ക് പോവാം. ആ കല്ലാർകുട്ടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അടിമാലിയിൽ നിന്ന് നമുക്ക് പോവാം. എവിടെ മൂന്നാർ പോവാം. അപ്പോൾ ഇതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേര്യമംഗലത്തോട്ട് എത്താം. കോതമംഗലം ഇപ്പുറം നേര്യമംഗലം എന്ന സ്ഥലത്തെത്താം. മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഡാം സൈറ്റ് അതായത് ഇടുക്കി ഡാം, അതിലൂടെയൊക്കെ ചെന്ന് എന്താ പറയുക കാൽവരി മൗണ്ട്, പിന്നെ കട്ടപ്പന, അങ്ങനെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാം സൈറ്റിലോട്ട് കയറാം. താഴെക്കൂടെ പുഴയാണ് ഒഴുകുന്നത്. ഒരു സൈഡ് പുഴയാണ്. ഇല്ല നിൽക്കുന്നുണ്ട് കാണത്തില്ല. ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ വഴിക്ക്. എല്ലാമൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. താഴെ പുഴയാണ്. ഈ റോഡിന് താഴെ പുഴയാണ്. പുറത്തന്നെ ചെല്ലുമ്പോൾ കാണാം. പോലെ ഉണ്ട്. പക്ഷേ ഇത് നിൽക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഒരു ദിവസം രാത്രി ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു, ഞാനും രമ്യയും കൂടെ. അന്ന് ഈ ബുള്ളറ്റല്ല, ഗ്ലാമറാണ് എടുത്തിരുന്നത്. കണ്ടോ ഇങ്ങനെ പുഴ. അപ്പോൾ അന്ന് ഈ ബീഡിങ് ഈ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്നതൊന്നുമില്ല. റോഡാണ് പണി നടക്കുന്നത്. ഇപ്പം നല്ല റോഡായി. അന്ന് റോഡ് പണി നടക്കുക. കൊള്ളില്ലാത്ത വഴിയും ഗ്ലാമറിനാണ്. വെളിച്ചവും ഇല്ല, ഹെഡ്ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വളരെ ഡിമ്മായിട്ടാണ് കത്തുന്നുള്ളൂ. അറിയത്തില്ലാത്ത വഴി. ഈ വഴി ഞങ്ങൾ അന്ന് ഫസ്റ്റ് വരുന്നതാണ്. ആരോ പറഞ്ഞു ഇതാണ് എളുപ്പമെന്ന്. അതെ, എളുപ്പമെന്ന് പറഞ്ഞു. ഈ വഴി പോകുന്നു. ഒരു സൈഡ് കാട്, ഒരു സൈഡ് വണ്ടി എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ താഴെ പുഴയിലോട്ട്. വളരെ പേടിച്ച് പോയി. അങ്ങനെ വന്ന വഴിയാണത്. മുകളിൽ നിന്ന് വരുന്നൊരു കാട്ടിൽ നിന്ന് വരുന്നൊരു കാട്ടരുവിയാണ്, വെള്ളച്ചാട്ടം പോലെ. ഇത് പെരിയാറിലോട്ട് പോകുന്നതാണ്. ഓപ്പോസിറ്റ് സൈഡിൽ പെരിയാറാണ്. പെരിയാറിലോട്ട് പോകുന്നതാണ്. ഒരു ഗുഹയാന്ന് തോന്നുന്നു, KCBയുടെ.
ലോവർ പെരിയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഗുഹ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ അഞ്ചുരുളി ഗുഹയൊക്കെ ഇല്ലേ, അഞ്ചുരുളിയില് അഞ്ചുരുളി എന്നല്ലേ, അത് പഞ്ചുരുളിന്നോ? ഇതൊക്കെ ഞാൻ കാണുന്ന നാല് പാലിൽ ഇങ്ങനെ പൂട്ടി കിടക്കുന്നത് എന്തൊക്കെ എന്താണെന്ന് കിട്ടില്ല. KCB ആയതുകൊണ്ട് അവിടെ കയറാനും പാടില്ല. ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കറണ്ട് ഉണ്ടാകുന്നല്ല, അത് KCB ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കയറിയിട്ട് പിന്നെ വലിയ പുതുവാലാവണ്ടല്ലോ വെച്ചിട്ട് ഞാനത് കുറേ കാലമായി കാണുന്നത്. എന്ത് സാധനമാണെന്ന് കൊടുത്തില്ല. എനിക്കൊന്ന് അഞ്ചുരുളി ഗുഹയൊക്കെ ഇല്ലേ, ഈ ഡാമിൽ നിന്ന് വെള്ളം വരുന്നത്, അത് അതുപോലത്തെ എന്തോ എന്തായാലും ആവട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, അത് നമ്മൾ വീഡിയോയിൽ പകർത്തി. വെള്ളം വരുന്നത് നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത്. പാറയുടെ മുകളിൽ നിന്ന് കാട്ടിൽ കാണുന്നുണ്ട് കേട്ടോ. കാറ്റടി മുകളിൽ നിന്ന് വെള്ളം. ഇത്തരം ഒത്തിരി നിരവധി അനവധി വെള്ളച്ചാട്ടങ്ങളുള്ള റൂട്ടാണിത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മൂന്നാറൊക്കെ നേരെ പോകുന്നതിന് പകരം ഈ റൂട്ടിലോട്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നല്ല ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഇതാ മറ്റൊരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ മാത്രമല്ല, ചെറിയൊരു പാറയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നു. ഒരു കാട്ടരുവി ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ചിലപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കണം. പക്ഷെ പാറയ്ക്ക് വഴികളുണ്ടാവും, വെള്ളം വീഴുന്നത്. ഇതൊക്കെ നാച്ചുറൽ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. നമ്മൾ നേര്യമംഗലത്ത് നിന്ന് എത്തുന്ന ഭാഗമല്ലേ. ഇത് നേരെ ആ കാണുന്ന റോഡ് നമ്മൾ വന്ന് എന്താ പറയുക, ലോവർ പെരിയാർ വഴി നേരെ വന്ന് ആ കാണുന്നത് നേരെ കോതമംഗലം, പെരുമ്പാവൂർ, എന്താ പറയുക ആലുവ, അങ്ങനെ എറണാകുളം, അങ്ങനെ പോകുന്ന വഴിയാണിത്. ഈ കാണുന്നത് ഇത് കണ്ടോ, ഇവിടുത്തെ റോഡ് രണ്ടായിട്ട് തിരിയുവാണ്. നമ്മൾ മേളത്തെ വഴിയാണ് നമ്മൾ വന്നത്. താഴോട്ട് പോകുന്നത് അടിമാലി മൂന്നാർ റൂട്ടാണ്. നേരിമംഗലം അത് കഴിഞ്ഞിട്ട് അടിമാലി മൂന്നാർ റൂട്ടാണ്. നമ്മൾ ലോവർ പെരിയാർ വഴിയാണ് വന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വഴി പോയി കഴിഞ്ഞാൽ മൂന്നാർ പോകാം. പക്ഷെ കുറച്ചുകൂടെ ലോങ് ആയിരിക്കുമെന്നേ ഉള്ളൂ ഈ വഴി പോകുന്നതിനേക്കാൾ. ഒരു 10-20 കിലോമീറ്റർ കൂടുതലുണ്ടാവും. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം സ്ഥിരമായിട്ട് മൂന്നാറൊക്കെ പോയി മടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വഴി ഒന്ന് പോവുകയാണെങ്കിൽ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നേരെ ചെന്ന് ലോവർ പെരിയാർ കഴിഞ്ഞിട്ട് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ടീ റോഡിലോട്ട് ചെന്നെത്തും. കുറേ പോകണം, ടീ റോഡിൽ ചെന്നെത്തും. അവിടം വരെ എത്തുന്നതിൽ ഒരു സൈഡ് കാടാണ്, നിറച്ച് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു സൈഡിൽ പുഴയാണ്, അതിൻ്റെ മലയാണ് പുഴ. അതിന് ശേഷം ഇങ്ങനെ മല കാണാം. മലയിലൊക്കെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുക. പിന്നെ എന്താ പറയുക, ടീ റോഡിൽ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പനയായിരിക്കും. നേരെ ചെന്ന് കഴിഞ്ഞാൽ കല്ലാർകുട്ടി വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എവിടെ എത്താം, അടിമാലി എത്തും. പിന്നെ തുടർന്ന് നമുക്ക് അങ്ങനെ മൂന്നാർ പോവാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും അത് പോയി നോക്കുക. ഈ മൂന്നാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ താഴോട്ട് പോയി അങ്ങനെ പോയി എന്താ പറയുക, മടുത്തിരിക്കുന്നവർ അല്ലെങ്കിൽ മൂന്നാർ ഒക്കെ പല പ്രാവശ്യം പോയിട്ടുള്ളവർ ഒക്കെ തീർച്ചയായിട്ടും ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ബൈ.
നമ്മൾ താഴോട്ട് പോകുന്ന മൂന്നാർ റൂട്ട് നമ്മുടെ മൂന്നാർ യാത്ര എന്ന് പറയുന്ന ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേലെ അതായത് ലോവർ പെരിയാർ വഴിയുള്ള വഴിയാണ് കാണിച്ചത്.